കോമൺ ഇൻറ്റൻഷൻ ആൻഡ് കോമൺ ഒബ്ജക്ട്സ്. ഇതാണ് ഇന്നത്തെ ലോ ക്വസ്റ്റിലെ ലെക്ചർ സീരീസ് ടോപ്പിക്ക്. നോക്കാം. ഇനി എന്താണ് കോമൺ ഇൻറ്റൻഷൻ? ഇറ്റ് കണ്ടെയ്ൻ ജനറൽ എക്സ്പ്ലനേഷൻസ്. ജനറൽ എക്സ്പ്ലനേഷൻസിലാണ് ഭാരതീയ ന്യായ സംഹിതയുടെ ജനറൽ എക്സ്പ്ലനേഷൻസിലാണ് കോമൺ ഇൻറ്റൻഷനെ പറ്റി പറയുന്നത്. ആസ് പെർ സെക്ഷൻ 3 സബ് ക്ലോസ് 5 ഓഫ് ഭാരതീയ ന്യായ സംഹിത 2023, when a criminal act is done by several persons in furtherance of common intention of all, each of such person is liable for that act in the same manner as if it were done by him alone. ഒരു ക്രിമിനൽ ആക്ട് ചെയ്യുന്നത് ഒരുപാട് പേര് കൂടിയാണ്. ആ ഒരുപാട് വ്യക്തികൾക്കും ചേർന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. അത്തരം ചെയ്യുന്ന പ്രവൃത്തിയിലെ എല്ലാ വ്യക്തികളും ലയബിളാണ്. എങ്ങനെ ലയബിളാണ്? ഈഫ് ഇറ്റ് വെയർ ഡൺ ബൈ ഹിം എലോൺ. അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്താൽ എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന ശിക്ഷ, അതുപോലെ തന്നെ അതിലെ ഓരോ വ്യക്തികളും ആ ആക്റ്റിൽ ലയബിളായിരിക്കും. നമ്മുടെ ഓൾഡ് ഐ പി സി ആയിരുന്ന സമയത്ത് സെക്ഷൻ 34 കോമൺ ഇൻറ്റൻഷനെ പറ്റി പറയുന്നത്. കോമൺ ഇൻറ്റൻഷൻ പുതിയ ആക്ട് പോലെ തന്നെ സെയിം ഡെഫിനിഷൻ തന്നെ, സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ് വരുന്നത്. ആക്ട് ഡൺ ബൈ എ സെവറൽ പേഴ്സൺ ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ and when a criminal act is done by several persons in furtherance of common intention of all, each of such person is liable for that act in the same manner if it were done by him alone. ഡെഫിനിഷനിൽ വ്യത്യാസമില്ല പഴയ ആക്റ്റും പുതിയ ആക്റ്റും തമ്മിൽ. കോമൺ ഇൻറ്റൻഷന് കുറച്ച് സാലൈൻ ഫീച്ചേഴ്സ് ഉണ്ട്. It is considered as a co-preparator who had participated in the offence, equally liable on the principles of joint liability. Common intention is a psychological fact. It can be formed a minute before the actual happening of the incident or started earlier even during the occurrence of incident. Co-preparators ആണ് കോമൺ ആയിട്ട് ആലോചിച്ച് അവർ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് കോമൺ ഇൻറ്റൻഷനകത്ത് ഉൾപ്പെടുന്നത്. ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഒഫൻസ് ഈക്വലി ലയബിൾ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജോയിൻ്റ് ലയബിലിറ്റി. ആരൊക്കെയാണോ ആ ഒഫൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, കോമൺ ഇൻറ്റൻഷൻ വഴി ഒരു ഒഫൻസ് ചെയ്യുന്നത്, അവർ ഈക്വലി ലയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ജോയിൻ്റ് ലയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നതാണ്. കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫോംഡ് എ മിനിറ്റ് ബിഫോർ ദ ആക്ച്വൽ ഹാപ്പനിങ് ഓഫ് ദി ഇൻസിഡൻസ് ഓർ ആർ സ്റ്റേറ്റഡ് ഏർലിയർ ഈവൻ ഡ്യൂറിങ് ദ ഒക്കുറൻസ് ഓഫ് ഇൻസിഡൻസ്. ഒരു ഒഫൻസ് നടക്കുന്നതിന് തൊട്ടു മുൻപേ, ഒരു മിനിറ്റൊക്കെ മുൻപേ വേണമെങ്കിലും, അല്ലെങ്കിൽ ഒരു ഒഫൻസ് നടക്കുന്നതിന് തൊട്ട് മുൻപേ ഇത് കോമൺ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് രൂപീകരിക്കാവുന്ന ഒന്നാണ്. അല്ലെങ്കിൽ അപകടം നടക്കുന്ന സമയത്ത് കുറച്ച് മുൻപേ ഇത് ആരംഭിക്കാവുന്നതാണ്. നേരത്തെ മുൻകൂട്ടി ചെയ്യണമെന്നില്ല, പക്ഷേ ആ നേരത്തെ മുൻകൂട്ടി ചെയ്യുന്നത് അപകടം നടക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപേ ആയിരുന്നാൽ കൂടെ അത് കോമൺ ഇൻറ്റൻഷനായിട്ട് നമ്മൾ കണക്കാക്കും. കോമൺ ഇൻറ്റൻഷന് പഴയ ആക്റ്റും പുതിയ ആക്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ദ കമ്പാരിസൺ ബിറ്റ്വീൻ സെക്ഷൻ 34 IPC ആൻഡ് സെക്ഷൻ 3 Clause 5 ഓഫ് BNS. സെക്ഷൻ വൈസുള്ള ഒരു ഡിഫറൻസ് മാത്രമേ പഴയ ആക്റ്റും പുതിയ ആക്റ്റിലും വന്നിട്ടുള്ളൂ. രണ്ടും ജനറൽ എക്സ്പ്ലനേഷനിൽ തന്നെയാണ് വരുന്നത്.
വാട്ട് വാസ് ദ കീ എലമെൻറ്റ്സ് കണ്ടെയ്ൻഡ് അണ്ടർ സെക്ഷൻ 3 ക്ലോസ് 5 ഓഫ് BNS? ഇവിടെ BNSലെ സെക്ഷൻ 3 ക്ലോസ് 5 പ്രകാരം കോമൺ ഇൻറ്റൻഷൻ്റെ കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ 3 ക്ലോസ് 5 ഓഫ് BNS ആണെങ്കിലും സെക്ഷൻ 34 ആണെങ്കിലും അതിൻ്റെ കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. അതിന് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ദിസ് സെക്ഷൻ റെക്കഗ്നൈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി ഇൻ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ്. It is a rule of evidence and it does not create a substantive offence. The criminal act should have been done if it is done by more than one person. Act should be done in furtherance of common intention of all. സെക്ഷൻ 3 ക്ലോസ് 5 ആണെങ്കിലും 34 ആണെങ്കിലും കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി ഇൻ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് ആണ്. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലെ പ്രിൻസിപ്പിൾസ് ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പാർട്ടി ലീഗലി റെസ്പോൺസിബിൾ ആണ് എന്താണ് റോങ്ഫുൾ ആക്ട് ഓഫ് അനദർ. അതെന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്നിരുന്നാൽ കൂടി ഈ കോമൺ ഇൻറ്റൻഷൻ വരുമ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി അപ്ലൈ ചെയ്ത് വരും. ഇതൊരു റൂൾ ഓഫ് എവിഡൻസ് ആണ്. ഇത് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഒഫൻസ് സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു മർഡർ എടുത്താലും അല്ലെങ്കിൽ ഒരു ഹർട്ട് എടുത്താലും അത് ഒറ്റയ്ക്ക് ഒരു ക്രിമിനൽ ഒഫൻസായിട്ട് നിൽക്കും. ബട്ട് സെക്ഷൻ 3 ക്ലോസ് 5 ആണെങ്കിലും പഴയ ആക്ട് സെക്ഷൻ 34 IPC ആണെങ്കിലും കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കില്ല. സെക്ഷൻ 34 എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഒഫൻസ്. അത് ഒരു ഒഫൻസായിട്ട് നിൽക്കുന്നതല്ല, എന്തെങ്കിലും ഒരു ഒഫൻസിൻ്റെ കൂടെ വരുന്നതാണ് കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എ സബ്സ്റ്റാൻറ്റീവ് ഒഫൻസ്. ഒരു ക്രിമിനൽ ആക്ട് നമ്മൾ കോമൺ ഇൻറ്റൻഷൻ വഴി അല്ലെങ്കിൽ കോമണായ ഒരു ഉദ്ദേശം വഴി നമ്മളൊരു ക്രിമിനൽ ആക്ട് നടത്തുകയാണെന്ന് വെച്ചേക്കൂ. അങ്ങനെ ഒരു ക്രിമിനൽ ആക്ട് നടത്തുന്നത് കോമൺ ഇൻറ്റൻഷൻ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ മോർ ദാൻ വൺ പേഴ്സൺ ആയിരിക്കണം. ഒന്നിൽ കൂടുതൽ ആൾക്കാർ നടത്തുന്ന ഒന്നായിരിക്കണം. അവർക്ക് ഒരു കോമൺ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ആ കോമൺ ഇൻറ്റൻഷൻ്റെ ബേസിസിലായിരിക്കണം ആ ഒരു ക്രിമിനൽ ആക്ട് നടത്തുന്നത്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഈച്ച് വൺ ഓഫ് ദി അക്യൂസ്ഡ് മസ്റ്റ് അസോൾട്ട് ദ ഡിസീസ്ഡ്. ഇറ്റ് ഈസ് ഇനഫ് ദാറ്റ് ദേ ഷെയർഡ് എ കോമൺ ഇൻറ്റൻഷൻ to commit the offence. Principles of joint liability, element of participation in action, prior meeting of mind may develop at spot. It is a one kind of state of mind of the accused. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്. It is not necessary that each one of the accused must assault the deceased. സപ്പോസ് ഒരു കുറ്റകൃത്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ്, ഒരു കോമൺ ഇൻറ്റൻഷനോട് കൂടി കോമൺ ഉദ്ദേശത്തോടു കൂടി ഒരു കുറ്റകൃത്യം നമ്മൾ ക്രിമിനൽ ആക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഓരോ വ്യക്തികളും ആ വിക്ടിമിനെ അസോൾട്ട് ചെയ്യണമെന്നില്ല. ഇറ്റ് ഈസ് ഇനഫ് ദാറ്റ് ദേ ഷെയർഡ് എ കോമൺ ഇൻറ്റൻഷൻ ടു കമ്മിറ്റ് ദ ഒഫൻസ്. അവർ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാം എന്ന തരത്തിലുള്ള ഒരു കോമൺ ആയ ഒരു ഇൻറ്റൻഷൻ അവരുടെ ഇടയിൽ ഷെയർ ചെയ്തിരുന്നാൽ മാത്രം മതി. ആ ഷെയർ ചെയ്യുന്നത് 5 വ്യക്തികളാണ് എങ്കിൽ ആ 5 വ്യക്തികളും ചേർന്നാണ് ഒരു ക്രിമിനൽ ആക്ട് ചെയ്യണം എന്ന് ഒരു കോമൺ ഇൻറ്റൻഷനോടുകൂടി ഒരു ക്രിമിനൽ ആക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എങ്കിൽ ആ 5 വ്യക്തികളും ആ ക്രിമിനൽ ആക്ട് ചെയ്യണമെന്നില്ല. അവരൊരു കോമൺ ഇൻറ്റൻഷൻ ഷെയർ ചെയ്തിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റി ആയി മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. ദെൻ എലമെൻറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ആക്ഷൻ ആണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ്. പ്രയർ മീറ്റിംഗ് ഓഫ് മൈൻഡ് മേ ഡെവലപ്പ് അറ്റ് എ സ്പോട്ട്. മീറ്റിംഗ് ഓഫ് മൈൻഡ്
നേരത്തെ തന്നെ ഇവർ ഈ കോമൺ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, ഒരു ക്രിമിനൽ ആക്ട് ചെയ്യണം എന്നുള്ളത് അത് ചിലപ്പോൾ ആ സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കണം. നേരത്തെ കൂട്ടി അത് അവർ മുൻകൂട്ടി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ഒരു ക്രിമിനൽ ആക്ട് ചെയ്യണം എന്നുള്ളത് മേ ബി ഈ പ്രതികളെല്ലാം ചേർന്ന് ആ സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കണം. സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണെങ്കിൽ കൂടിയും അത് ക്രിമിനൽ ഇൻറ്റൻഷനായിട്ട് കണക്കാക്കും. ഇറ്റ് ഈസ് എ വൺ കൈൻഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദി അക്യൂസ്ഡ്. അതാ ഒരു പ്രതിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിമിനൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൈക്കോളജിക്കൽ ഫാക്റ്റ് എന്നും കൂടെ പറയാനുള്ള കാരണം. സെക്ഷൻ റിലേറ്റഡ് ടു ജോയിൻറ്റ് ലയബിലിറ്റി ഓർ ഗ്രൂപ്പ് ലയബിലിറ്റി. നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ കുറച്ച് ഒഫൻസുകൾ അത് ജോയിൻറ്റ് ലയബിലിറ്റിയുടെയോ ഗ്രൂപ്പ് ലയബിലിറ്റിയുടെയോ കാറ്റഗറിയിൽ വരുന്നതാണ്. ഏതൊക്കെയാണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ജോയിൻറ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ലയബിലിറ്റി പ്രകാരമുള്ള ഒഫൻസുകളെന്ന് നോക്കാം. സെക്ഷൻ 34, അതായത് കോമൺ ഇൻറ്റൻഷൻ, 149 അൺലോഫുൾ അസംബ്ലിയിലെ ജോയിൻറ്റ് ലയബിലിറ്റി വരുന്ന കുറച്ച് ഭാഗങ്ങൾ, 120A ക്രിമിനൽ കോൺസ്പിറസി, 120B അതും ക്രിമിനൽ കോൺസ്പിറസി തന്നെയാണ്. ഇനി BNSലേക്ക് വരാം. BNSലേക്ക് വരുമ്പോൾ കോമൺ ഇൻറ്റൻഷൻ സെക്ഷൻ 3 Clause 5 വരാം, സെക്ഷൻ 61 ക്രിമിനൽ കോൺസ്പിറസി വരാം, സെക്ഷൻ 189 അൺലോഫുൾ അസംബ്ലി വരാം, സെക്ഷൻ 190 എവരി മെമ്പർ ഓഫ് അൺലോഫുൾ അസംബ്ലി ഗിൽറ്റി ഓഫ് ഒഫൻസ് കമ്മിറ്റഡ് ഇൻ പ്രോസിക്യൂഷൻ ഓഫ് കോമൺ ഒബ്ജക്റ്റ്. അത് ഈ സെക്ഷൻ 34 എന്നുള്ളതാണ് സെക്ഷൻ 3 Clause 5 ആയിരിക്കുന്നത്. 149 ആണ് പിന്നീട് 190 ഓഫ് PNS ആയിട്ട് മാറിയത്. അൺലോഫുൾ അസംബ്ലി എന്നുള്ളത് 120A അല്ലെങ്കിൽ 120B എന്നുള്ളതാണ് പിന്നീട് 189 ആയിട്ട് മാറിയിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമിലർ ഇൻറ്റൻഷനും കോമൺ ഇൻറ്റൻഷനും എന്താണ്, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. കോമൺ ഇൻറ്റൻഷൻ നേരത്തെ പറഞ്ഞു. ഇനി സിമിലർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന വ്യക്തികളുടെ എല്ലാം ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതാണ് സിമിലർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ദേ ഹാവ് എ സെയിം ഗോളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവർ ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് പ്രവൃത്തികൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു വിത്തൗട്ട് എ പ്രയർ പ്ലാൻ, പ്രത്യേകിച്ച് പ്രയർ പ്ലാൻ ഒന്നുമില്ല. സോ ലയബിലിറ്റി ഈസ് ഇൻഡിവിജ്വൽ, നോട്ട് ജോയിൻ്റ് ആയിരിക്കില്ല. ജോയിൻ്റ് ആയിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കില്ല. ലയബിലിറ്റി ഇൻഡിവിജ്വൽ ആയിരിക്കും, ഇൻഡിവിജ്വലി ഉള്ള ലയബിലിറ്റി ഒക്കെ ആയിരിക്കും. നമ്മൾ കോമൺ ഇൻറ്റൻഷൻ പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ഒരു സിമിലർ ഇൻറ്റൻഷനാണ്, അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ട്, അതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഓരോ വ്യക്തികളും ലയബിൾ ആയിരിക്കും. ജോയിൻ്റ് ലയബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആക്റ്റാണ്, പ്രയർ പ്ലാൻ ഒന്നുമില്ല, പക്ഷേ അവർ ഇൻഡിവിജ്വലി ലയബിളാണ്. അതാണ് കോമൺ ഇൻറ്റൻഷനും സിമിലർ ഇൻറ്റൻഷനും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ജനറലി പറഞ്ഞാൽ സിമിലർ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹാവ് ദ സെയിം ഗോൾ ബട്ട് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് പ്രയർ പ്ലാൻ. സോ ലയബിലിറ്റി ഈസ് ഇൻഡിവിജ്വൽ നോട്ട് ജോയിൻറ്റ്. ലയബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ആണ്, ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റി അല്ല സിമിലർ ഇൻറ്റൻഷനകത്തുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ക്രിമിനൽ കോൺസ്പിറസി, ക്രിമിനൽ ഗൂഢാലോചന. സെക്ഷൻ 61 ഓഫ് ഭാരതീയ ന്യായ സംഹിത 2023 ആൻഡ് സെക്ഷൻ 120A ആൻഡ് 120B ഓഫ് ഇന്ത്യൻ പീനൽ കോഡിലാണ് ക്രിമിനൽ കോൺസ്പിറസിയെ പറ്റി പറയുന്നത്. എന്താണ് ക്രിമിനൽ കോൺസ്പിറസി? ഇറ്റ്സ് എ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. ടു കമ്മിറ്റ് ആൻ ഒഫൻസ്, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുക എന്നത് സംബന്ധിച്ച് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത്. എഗ്രിമെൻ്റ് മാത്രമല്ല, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഡു ആൻ ഇല്ലീഗൽ ആക്ട്, ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ട് ചെയ്യുക. ആക്ട് വിച്ച് ഈസ് നോട്ട് ഇല്ലീഗൽ ബൈ ഇല്ലീഗൽ മീൻസ്, ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇല്ലീഗലായിട്ട് ചെയ്യുക. അത്തരത്തിലുള്ള എഗ്രിമെൻറ്റിനെയാണ് ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത്.
സെക്ഷൻ 62-ലാണ് ബേസിക്കലി ക്രിമിനൽ കോൺസ്പിറസിയുടെ അറ്റംപ്റ്റിനെ പറ്റി പറയുന്നത്. ഒരു ക്രിമിനൽ കോൺസ്പിറസി നടത്താൻ ശ്രമിച്ചാൽ അതിനുള്ള പണിഷ്മെൻ്റ് എന്താണെന്നാണ് പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ അറ്റംപ്റ്റിംഗ് ടു കമ്മിറ്റ് ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ അതർ ഇംപ്രിസൺമെൻറ്റ്. Whoever attempt to commit an offence punishable by this Sanhita with imprisonment for life or imprisonment to cause such a offence to be committed, and in such attempt does any act towards the commission of offence shall with no express provision is made by this Sanhita for the punishment of such attempt be punished with the imprisonment of any description provided for the offence for a term which may extend to 1/2 of the imprisonment for life or, as the case may be, 1/2 of the longest term of imprisonment provided for the offence with such a fine as is provided for the offence or both. അതായത് ഇവിടെ പറയുന്നത് ക്രിമിനൽ കോൺസ്പിറസി അറ്റംപ്റ്റ് ചെയ്യുകയാണ്. attempt to commit an offence punishable by this Sanhita with imprisonment for life or imprisonment or cause to such a offence to be committed. ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കിട്ടുന്നതോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ, ആൻഡ് ഇൻ സച്ച് അറ്റംപ്റ്റ് ഡസ് എനി ആക്ട് ടുവേർഡ്സ് ദ കമ്മീഷൻ ഓഫ് ഒഫൻസ്, ഒരു അറ്റംപ്റ്റിലൂടെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണ് എങ്കിൽ ആ ഒഫൻസിന് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു എക്സ്പ്രസ് ആയിട്ടൊരു പണിഷ്മെൻറ്റും പറയുന്നില്ല എങ്കിൽ പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡഡ് ഫോർ ദ ഒഫൻസ്, ആ ഒഫൻസിന് എന്താണോ ഈ ആക്ട് പ്രകാരം പണിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് അവാർഡ് ചെയ്തിരിക്കും. ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1/2 ഓഫ് ദ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, അത് ചിലപ്പോൾ 1/2 ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കേസുകളിൽ 1/2 ഓഫ് ദി ലോങ്ങസ്റ്റ് ടേം ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ദാറ്റ് ഒഫൻസ്, ആ ഒരു ഒഫൻസിന് ഏതാണോ ലോങ്ങസ്റ്റ് ടേം ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പണിഷ്മെൻറ്റ് അതിൻ്റെ ഹാഫ് കൊടുക്കും, അത് ഫൈനും കൊടുക്കാം. ഇതാണ് 62 ഓഫ് BNS പറയുന്നത്. ഇത് ക്രിമിനൽ കോൺസ്പിറസി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് അറ്റംപ്റ്റ് ഒരു ഒഫൻസായി മാറിക്കഴിഞ്ഞാലുള്ള പണിഷ്മെൻ്റാണ് പറയുന്നത്. കോമൺ ഇൻറ്റൻഷൻ, കോമൺ ഒബ്ജക്റ്റ്, സിമിലർ ഇൻറ്റൻഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ലെക്ചർ സീരീസിൽ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമൺ ഒബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. കോമൺ ഇൻറ്റൻഷൻ ഡിസ്കസ് ചെയ്തു, കോമൺ ഒബ്ജക്റ്റിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ബിഫോർ ഗോയിങ് ഇൻ ടു കോമൺ ഒബ്ജക്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് അൺലോഫുൾ അസംബ്ലി. അൺലോഫുൾ അസംബ്ലിയെ പറ്റിയിട്ടാണ് നമ്മൾ കോമൺ ഒബ്ജക്റ്റിനെ പറ്റി പറയണമെങ്കിൽ അവിടെ അൺലോഫുൾ അസംബ്ലിയെ പറ്റി തീർച്ചയായും പറഞ്ഞിരിക്കണം. അൺലോഫുൾ അസംബ്ലി BNS പ്രകാരം സെക്ഷൻ 189 ഓൾഡ് IPC പ്രകാരം 141 മുതലുമാണ് അൺലോഫുൾ അസംബ്ലിയെ പറ്റി പറയുന്നത്. ആ അൺലോഫുൾ അസംബ്ലി നടക്കണമെങ്കിൽ അവിടെ ഒരു കോമൺ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. എന്താണ് അൺലോഫുൾ അസംബ്ലി? എന്താണ് അൺലോഫുൾ അസംബ്ലി? സെക്ഷൻ 189 ഭാരതീയ ന്യായ സംഹിതയിലാണ് അൺലോഫുൾ അസംബ്ലിയെ പറ്റി പറയുന്നത്. ആൻ അസംബ്ലി ഓഫ് 5 ഓർ മോർ പേഴ്സൺ, 5 അതിലധികമോ വ്യക്തികൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന അസംബ്ലിയാണ് അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്നത്. അത് ഒരു അൺലോഫുൾ അസംബ്ലി ആയിരിക്കണമെങ്കിൽ ഫസ്റ്റ് overthrow by criminal force or show of criminal force to the central government, any state government or parliament or the legislature of any state or any public servant in the exercise of lawful power of such a public servant. ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഷോ ഓഫ് ക്രിമിനൽ ഫോഴ്സ് കാണിച്ചുകൊണ്ടോ സെൻട്രൽ ഗവൺമെൻറ്റിനെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയോ പാർലമെൻറ്റിനെയോ ലെജിസ്ലേച്ചറിനെയോ അതർ പബ്ലിക് സർവൻറ്റിനെയോ അവരുടെ ലോഫുള്ളായിട്ടുള്ള പവർ എക്സർസൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തുക. ടു റെസിസ്റ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എനി ലോ ഓർ എനി ലീഗൽ പ്രോസസ്സ്, ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ നടപ്പിലാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തോ അത് തടയുക. 3. ടു കമ്മിറ്റ് എനി മിസ്ചീഫ് ഓർ ക്രിമിനൽ ട്രസ്പാസ് ഓർ അതർ ഒഫൻസ്, മിസ്ചീഫ് കമ്മിറ്റ് ചെയ്യുക, ക്രിമിനൽ ട്രസ്പാസ് ചെയ്യുക, മറ്റേതെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുക ബൈ മീൻസ് ഓഫ്
by means of criminal force or show of criminal force to any person to take or obtain the possession of any property or to deprive any person of enjoyment of right of way or use of water, other incorporeal right of which he is in possession or enjoyment, or to enforce any right or supposed right or ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ, അയാളുടെ കൈവശം ഇരിക്കുന്ന സാധനങ്ങൾ പൊസഷനിലാക്കുക, അല്ലെങ്കിൽ അയാൾ വഴി, അല്ലെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകോർപ്പോറിയൽ ആയിട്ടുള്ള റൈറ്റ്, അയാളുടെ പൊസഷനിലും എൻജോയ്മെൻറ്റിലിരിക്കുന്ന അനുഭവിച്ചു വരുന്ന സാധനങ്ങൾ അത് അവർ ഭീഷണിപ്പെടുത്തി കൈവശപ്പെടുത്തുക. ഇതെല്ലാം അൺലോഫുൾ അസംബ്ലിയിൽ വരുന്നതാണ്. ബൈ മീൻസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ഓർ ഷോ ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു കമ്പൽ എനി പേഴ്സൺ ടു ഡു വാട്ട് ഹീ ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു ഡു. നിയമത്താൽ ചെയ്യരുത് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ക്രിമിനൽ ഫോഴ്സോ ഷോ ഓഫ് ക്രിമിനൽ ഫോഴ്സോ യൂസ് ചെയ്യുക, അതിന് നിർബന്ധിക്കുക. ഓർ ടു ഒമിറ്റ് ടു ഡു വാട്ട് ഹീ ഈസ് ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ഡു. അതായത് ലീഗലി അയാൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതെ കണ്ട് അത് ഒമിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു 5 അതിലധികമോ വ്യക്തികൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒഫൻസുകളെല്ലാം തന്നെ അൺലോഫുൾ അസംബ്ലിയിൽ വന്നു ചേരുന്നതാണ്. കോമൺ ഒബ്ജക്റ്റ് ഈസ് ഡിഫറൻറ്റ് ഫ്രം എ കോമൺ ഇൻറ്റൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കോമൺ ഒബ്ജക്റ്റും കോമൺ ഇൻറ്റൻഷനും രണ്ടാണ്. സെക്ഷൻ 149 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 149 സെക്ഷൻ 190 ഓഫ് BNS ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 190 പ്രകാരവും കോമൺ ഒബ്ജക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ഒഫൻസ് ഈസ് കമ്മിറ്റഡ് ബൈ എനി മെമ്പർ ഓഫ് അൺലോഫുൾ അസംബ്ലി in prosecution of the common object of that assembly, or such the member of that assembly knew to be likely to be committed in prosecution of that object. Every person who at the time of committing of that offense is a member of that assembly is guilty of that offense. ഒരു അൺലോഫുൾ അസംബ്ലി 5 or more പേഴ്സൺ ഒരു അൺലോഫുൾ അസംബ്ലി കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസിന് ഒരു കോമൺ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ കോമൺ ഒബ്ജക്റ്റ് വെച്ച് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ അൺലോഫുൾ അസംബ്ലിയിൽ ഏർപ്പെട്ട എല്ലാ വ്യക്തികളും ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിന് ലയബിളാണ്. അതുകൊണ്ടാണ് വൈക്കേരിയസ് ലയബിലിറ്റി, ഒരു ജോയിൻറ്റ് ലയബിലിറ്റി അവിടെ വരുന്നുണ്ട്. ഒരാൾ കമ്മിറ്റ് ചെയ്താലും എല്ലാവരും കമ്മിറ്റ് ചെയ്താലും ആ കോമൺ ഒബ്ജക്റ്റ് പ്രകാരം 5 പേര് കമ്മിറ്റ് ചെയ്താലും 5-ൽ കൂടുതൽ പേര് കമ്മിറ്റ് ചെയ്താലും ആ വ്യക്തികളെല്ലാം തന്നെ ഈ ഒഫൻസ് പ്രകാരം ശിക്ഷിക്കപ്പെടുന്നവരാണ്. കോമൺ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രയർ കൺസേർട്ട് വേണ്ട, ഒരു കോമൺ മീറ്റിംഗ് ഓഫ് മൈൻഡ് വേണ്ട ഒരു അറ്റാക്ക് നടക്കുന്നതിന് മുന്നേ. സെയിം ഒബ്ജക്റ്റ് ഇൻ വ്യൂ ഇനഫ്, ഒരു സെയിം ഒബ്ജക്റ്റ് മതി. ഇഫ് ഈച്ച് ഹാസ് ദ സെയിം ഒബ്ജക്റ്റ് ഇൻ വ്യൂ ആൻഡ് ദെയർ നമ്പർ ഈസ് 5 or more, അൺലോഫുൾ അസംബ്ലി പ്രകാരം ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ 5-ൽ കൂടുതൽ ആൾക്കാരുമായിരിക്കണം, അതിലൊരു കോമൺ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കണം. ഈച്ച് ഓഫ് സച്ച് എ പേഴ്സൺ ഈസ് ലയബിൾ ഫോർ സച്ച് ആൻ ആക്ട്. കോമൺ ഒബ്ജക്റ്റിൻ്റെയും കോമൺ ഇൻറ്റൻഷൻ്റെയും സിമിലർ ഇൻറ്റൻഷൻ്റെയും വ്യത്യാസങ്ങൾ കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിരവധി ജഡ്ജ്മെൻറ്റ്സിൽ വന്നിട്ടുണ്ട്. ആ ജുഡീഷ്യൽ അനലൈസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ഇൻറ്റൻഷൻ്റെ തന്നെ നിരവധി കേസ് ലോസ് ആണ്. അപ്പോൾ ആ കേസ് ലോസിൽ നിന്ന് വന്നേക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേസ് ലോസിൽ നിന്നും സെക്ഷൻ 34 അല്ലെങ്കിൽ 34-ൽ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. We must remember that Section 34 IPC came into operation against the co-preparators because they have not committed the principal act or main act, which is undertaken or performed or is attributed to the main culprit or preparator. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 34 എന്ന് പറയുന്നത് എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗനിസ്റ്റ് ദ കോ പ്രിപ്പറേറ്റേഴ്സ് ബിക്കോസ് ദേ ഹാവ് നോട്ട് കമ്മിറ്റഡ് ദ പ്രിൻസിപ്പൽ ഓർ മെയിൻ ആക്ട്. ഒരു പ്രിൻസിപ്പൽ ആക്ട് അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്തില്ല എങ്കിൽ പോലും അത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ആക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്
ഒരു ഇല്ലീഗൽ അല്ലെങ്കിൽ ഒരു ഇമ്മോറലായിട്ടുള്ള ഹാംഫുള്ളായിട്ടുള്ള ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെല്ലാം തന്നെ ആ സെക്ഷൻ 34 പ്രകാരം കുറ്റകൃത്യം ലയബിളാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അവർ ആ മെയിൻ ആക്ടോ പ്രിൻസിപ്പൽ ആക്ടോ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്ഷൻ 34 ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ ഈസ് ഇൻവോക്ഡ് ടു ഇംപ്ലിക്കേറ്റ് ആൻഡ് ഫാസ്റ്റ് ആൻഡ് ജോയിൻ ലയബിലിറ്റി ഓൺ അതർ കോ പാർട്ടിസിപ്പൻറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാലും മറ്റു വ്യക്തിയെ സംബന്ധിച്ച് അത് പ്രിൻസിപ്പിൾസ് ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. ദേ ആർ ഈക്വലി ലയബിൾ ഫോർ ദ ആക്ട്. ഒരു 5 വ്യക്തികളുണ്ട്, അത് 2 വ്യക്തികളെ ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും കോമൺ ഇൻറ്റൻഷൻ്റെ കാറ്റഗറിയിൽ വരുമ്പോൾ അവരെല്ലാം തന്നെ ആ ഒഫൻസ് ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കും. സുനിൽ കുമാർ ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, AR 2005, സുപ്രീം കോർട്ട് 1096. In this case, common object is different from a common intention, as it does not require a prior concert and a common meeting of mind before the attack. It is enough if each has the same object in view and their number is 5 or more, and that they act as an assembly to achieve that object. The common object of an assembly is to ascertain from the acts and the language of the member composing it, and from a consideration of all the surrounding circumstances. It may be gathered from the course of conduct adopted by the members of the assembly. Common object of the unlawful assembly is at a particular stage of incident is essentially a question of fact to be determined. സുനിൽ കുമാർ ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 2005 സുപ്രീം കോടതിയുടെ കേസാണ്. ഈ കേസിലാണ് കോമൺ ഒബ്ജക്റ്റ് എങ്ങനെയാണ് കോമൺ ഇൻറ്റൻഷനിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കോമൺ ഒബ്ജക്റ്റിനാകട്ടെ ഒരു പ്രയർ കൺസേർട്ട് വേണ്ട. ആൻഡ് കോമൺ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്, ഒരു അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആക്ട്, ക്രിമിനൽ ആക്ട് നടക്കുന്നതിന് മുന്നേ കോമൺ മീറ്റിംഗ് ഓഫ് മൈൻഡ് വേണ്ട. ഇറ്റ് ഈസ് ഇനഫ്. ഈച്ച് ഹാസ് ദ സെയിം ഒബ്ജക്റ്റ് ഇൻ വ്യൂ ആൻഡ് ദെയർ നമ്പർ ഈസ് 5 ഓർ മോർ. ഒരു കോമൺ ഒബ്ജക്റ്റ്, ഒരു അൺലോഫുൾ അസംബ്ലി അല്ലെങ്കിൽ ഒരു കോമൺ ഒബ്ജക്റ്റിൽ, അൺലോഫുൾ അസംബ്ലി ആണല്ലോ കോമൺ ഒബ്ജക്റ്റ് പ്രധാനമായിട്ടുള്ള ഒരു ഒഫൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണമെങ്കിൽ, ഒരു അൺലോഫുൾ അസംബ്ലി കംപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല 5 ഓർ മോർ പേഴ്സൺ ആ ഒഫൻസിൽ ഉണ്ടായിരിക്കുകയും വേണം. Common object of an assembly is to be ascertained from the act and language of member composing it. കോമൺ ഒബ്ജക്റ്റ്, ഒരു അസംബ്ലിയിൽ ഒരു കോമൺ ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്, തിട്ടപ്പെടുത്തുന്നത് ഫ്രം ദി ആക്ട്സ് ആൻഡ് ലാംഗ്വേജ് ഓഫ് ദ മെമ്പേഴ്സ് കമ്പോസിങ് ഇറ്റ് ആൻഡ് ഫ്രം എ കൺസിഡറേഷൻ ഓഫ് ഓൾ ദി സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ്. മറ്റ് സാഹചര്യങ്ങളും എല്ലാം വിലയിരുത്തി മെമ്പേഴ്സിൻ്റെയും അതെങ്ങനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അവരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്, ഇതെല്ലാം കണക്കാക്കിയാണ് കോമൺ ഒബ്ജക്റ്റ് നമ്മൾ വിലയിരുത്തുക. ഇറ്റ് മേ ബി ഗാതേർഡ് ഫ്രം ദ കോഴ്സ് ഓഫ് കണ്ടക്ട് അഡോപ്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് അസംബ്ലി. അതിലെ എല്ലാ മെമ്പേഴ്സും ഏതെല്ലാം മാർഗങ്ങളാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ കോഴ്സ് ഓഫ് കണ്ടക്ട് എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കോമൺ ഒബ്ജക്റ്റ് എപ്പോഴും നിലകൊള്ളുന്നത്. Common object of unlawful assembly is at a particular stage of incident is essentially a question of fact to be determined. ഒരു അൺലോഫുൾ അസംബ്ലി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ആ ഒഫൻസിനകത്ത് ഒരു കോമൺ ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അസർട്ടൈൻ ചെയ്യേണ്ടത്. ഇതാണ് ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. മെയിനായിട്ട് കോമൺ ഒബ്ജക്റ്റും കോമൺ ഇൻറ്റൻഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ പ്രയർ കൺസേർട്ട് ആൻഡ് കോമൺ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ബിഫോർ ദി അറ്റാക്ക്. പക്ഷെ ഇത് കോമൺ ഇൻറ്റൻഷനകത്ത് വേണം. പാരേന്ദ്രകുമാർ ഘോഷ് വേഴ്സസ് എംപറർ 1925 ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ്. ഈ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റിലാണ് കോമൺ ഇൻറ്റൻഷനെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം വന്ന ഒരു ജഡ്ജ്മെൻ്റാണ് മെഹബൂബ് ഷാ വേഴ്സസ് എംപറർ. ഇതും കോമൺ ഇൻറ്റൻഷനെ പറ്റിയിട്ടുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ്. ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് ഓൺ കോമൺ ഇൻറ്റൻഷൻ, മെഹബൂബ് ഷാ വേഴ്സസ് എംപറർ. ആ കേസിൽ എന്താണ് കോമൺ ഇൻറ്റൻഷനെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പറയാം.
പ്രിൻസിപ്പിൾസ് ഓഫ് ജോയിൻറ്റ് ലൈബിലിറ്റി ഇൻ ദ ഡൂയിങ് ഓഫ് എ ക്രിമിനൽ ആക്ട്. ഒരു ക്രിമിനൽ ആക്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ജോയിൻറ്റ് ലൈബിലിറ്റി, എല്ലാവരും ജോയിൻ്റ് ആയിട്ട് ലൈബിൾ ആവുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതാണ് കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ദ കോമൺ ഇൻറ്റൻഷൻ ഓഫ് ഓൾ നോർ ഡസ് ഇറ്റ് സേ ആൻ ഇൻറ്റൻഷൻ കോമൺ ടു ഓൾ. ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് കോമൺ ഇൻറ്റൻഷൻ ഓഫ് ആളാണ് വരേണ്ടത്. It must be shown that the criminal act complained against was done by one of the accused person in furtherance of common intention of all. If this is shown, then liability for the crime may be imposed on any of the person in the same manner if the act were done by him alone. ഒരു ക്രിമിനൽ ആക്ട് കമ്മിറ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തി വൺ ഓഫ് ദി അക്യൂസ്ഡ് പേഴ്സൺ ഒരു കോമൺ ഇൻറ്റൻഷൻ, അവരുടെ എല്ലാം കോമൺ ആയ ഒരു ഇൻറ്റൻഷൻ പ്രകാരം ഒരാളാണ് ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ഇരിക്കട്ടെ. ഇഫ് ദിസ് ഈസ് ഷോൺ, ദ ലൈബിലിറ്റി ഫോർ ദ ക്രൈം മേ ബി ഇമ്പോസ്ഡ് ഓൺ എനി വൺ ഓഫ് ദ പേഴ്സൺ ഇൻ ദ സെയിം മാനർ ഇഫ് ദ ആക്ട് വെയർ ഡൺ ബൈ ഹിം എലോൺ. അയാൾ ഒറ്റയ്ക്ക് ചെയ്ത അതേ ലൈബിലിറ്റി തന്നെ ഈ ഒഫൻസ് ചെയ്യുമ്പോഴും വരും. മേ ബി അയാൾക്ക് ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യണമെന്നില്ല, എന്നിരുന്നാലും ജോയിൻ്റ് ലൈബിലിറ്റി വരുമ്പോൾ അതിൽ എല്ലാവരും കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ലൈബിളാണ് എന്നുള്ളതാണ് പറയുന്നത്. കോമൺ ഇൻറ്റൻഷൻ വിത്തിൻ ദ മീനിങ് ഓഫ് ദി സെക്ഷൻ ഇംപ്ലൈസ് എ പ്രീ അറേഞ്ച്ഡ് പ്ലാൻ. ഒരു കോമൺ ഇൻറ്റൻഷൻ പ്രകാരം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ദർ മസ്റ്റ് ബി എ പ്രീ അറേഞ്ച്ഡ് പ്ലാൻ. നേരത്തെ കൂട്ടി ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ആൻഡ് ടു കൺവിക്ട് ദ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് അപ്ലൈയിങ് ദിസ് സെക്ഷൻ it should be proved that the criminal act was done in concert pursuant to the pre-arranged plan. ആ pre-arranged plan അനുസരിച്ച് അവർ യോജിച്ച് പ്രവർത്തിക്കുക, കൺസേർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നാലും മതി. എന്നിരുന്നാൽ കൂടി ഒരു പ്രീ അറേഞ്ച്ഡ് പ്ലാൻ ഉണ്ടെങ്കിൽ മേ ബി ഈ പ്രീ അറേഞ്ച്ഡ് പ്ലാൻ എന്ന് പറയുന്നത് മേ ബി ഡെവലപ്ഡ് അറ്റ് സ്പോട്ട് ആയിരുന്നാലും മതി. സ്പോട്ടിൽ ഡെവലപ്പ് ചെയ്തിരുന്നാലും അത് കോമൺ ഇൻറ്റൻഷൻ്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. ഇത് ഈ ജഡ്ജ്മെൻറ്റ് ബേസിൽ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്തതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ ഇൻറ്റൻഷൻ ആൻഡ് കോമൺ ഒബ്ജക്റ്റ്. കോമൺ ഇൻറ്റൻഷനും കോമൺ ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? അപ്പോൾ കോമൺ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം അൺലോഫുൾ അസംബ്ലിയിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. കോമൺ ഇൻറ്റൻഷനും സെക്ഷൻ 30, പഴയ സെക്ഷൻ 34ഉം നിലവിലുള്ള സെക്ഷൻ 3 സബ് ക്ലോസ് 5ലുമാണ് വരുന്നത്. കോമൺ ഇൻറ്റൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എ സ്പെസിഫിക് ഒഫൻസ്. ഒരു സ്പെസിഫിക് ഒഫൻസ് ആയിട്ടല്ല കോമൺ ഇൻറ്റൻഷൻ നിൽക്കുന്നത്. ബട്ട് കോമൺ ഒബ്ജക്റ്റിൽ വരുന്ന അൺലോഫുൾ അസംബ്ലി പോലെയുള്ള ഒഫൻസുകളെല്ലാം ക്രിയേറ്റ് എ സ്പെസിഫിക് ഒഫൻസ് ആണ്. അതിന് പണിഷ്മെൻറ്റും ലോ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. പാർട്ടിസിപ്പേഷൻ ഓർ പ്രസൻസ് ഇൻ ദ ക്രിമിനൽ ആക്ട്. കോമൺ ഇൻറ്റൻഷനിൽ പാർട്ടിസിപ്പേഷനും ഉണ്ട്, ആ ക്രിമിനൽ ആക്ടിൽ അവരുടെ പ്രസൻസും ഉണ്ടായിരിക്കണം. എന്നാൽ കോമൺ ഒബ്ജക്റ്റിൽ വരുമ്പോഴോ മെമ്പർഷിപ്പാണ്. മെമ്പർഷിപ്പ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ലൈബിലിറ്റി അണ്ടർ സെക്ഷൻ 149. 149 എന്നുള്ളത് പഴയ ആക്ട് പ്രകാരം ഉള്ളതാണ്. ഒരു അൺലോഫുൾ അസംബ്ലിയിലാണല്ലോ കോമൺ ഒബ്ജക്റ്റ് വരുന്നത്. ഒരു അൺലോഫുൾ അസംബ്ലിയെ ബേസ് ചെയ്ത് പറയുകയാണ് എങ്കിൽ മെമ്പർഷിപ്പാണ് ആ ഒരു ലൈബിലിറ്റി. ആ ഒരു ഒഫൻസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നോക്കുന്നത് ആ ഒരു മെമ്പർഷിപ്പാണ്. ദെൻ കോമൺ ഇൻറ്റൻഷൻ വരുമ്പോൾ 2 or more പേഴ്സൺ ഇൻ ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് എങ്കിലേ കോമൺ ഇൻറ്റൻഷൻ ആവുള്ളൂ. കോമൺ ഒബ്ജക്റ്റ് ആകുമ്പോഴോ അൺലോഫുൾ അസംബ്ലിയെ ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി 5 or more പേഴ്സൺ റിക്വയർഡ് ഫോർ അൺലോഫുൾ അസംബ്ലി. പ്രീ കൺസേർട്ടഡ് പ്ലാൻ. ഒരു പ്രീ കൺസേർട്ടഡ് പ്ലാൻ ഉണ്ടായിരിക്കും കോമൺ ഇൻറ്റൻഷന്. ഡസ് നോട്ട് നെസസറി റിക്വയർ എനി പ്രീ കൺസേർട്ടഡ് പ്ലാൻ. നേരത്തെ യോജിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കൽ വേണമെന്നില്ല കോമൺ ഒബ്ജക്റ്റിനകത്ത്. പക്ഷേ കോമൺ ഇൻറ്റൻഷന് ഒരു പ്രീ അറേഞ്ച്ഡ് പ്ലാനും അത് കൺസേർട്ട് ചെയ്ത് യോജിച്ച് പ്രവർത്തിക്കുന്ന ഒന്നും കൂടി ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്ത കേസാണ് ഭാർഗവൻ ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള AR 2004 സുപ്രീം കോർട്ട് 1058 ആണ്. Where common object of an unlawful assembly is not proved, the accused person cannot be convicted with the help of section 149. ഇത് IPC പ്രകാരം ഉള്ള ഒരു 149 എന്ന് പറയുമ്പോൾ നമ്മുടെ IPC ആണ് വരുന്നത്. അത് വെച്ച് വന്നൊരു ജഡ്ജ്മെൻ്റ് ആണ്. കോമൺ ഒബ്ജക്റ്റ്
of the unlawful assembly can be gathered from the nature of assembly, arms used by them, and the behavior of the assembly at or before the scene of occurrence. It is an inference to be deducted from the facts and circumstances of each case. അതായത് ഒരു അൺലോഫുൾ അസംബ്ലി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോമൺ ഒബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ അക്യൂസ്ഡ് പേഴ്സൺ കനോട്ട് ബി, ഒരു അൺലോഫുൾ അസംബ്ലി നടന്നു എന്ന് പറയണമെങ്കിൽ ദർ മസ്റ്റ് ബി എ കോമൺ ഒബ്ജക്റ്റ്. അവിടെ ഒരു കോമൺ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ആ കോമൺ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ ആ പ്രതിയെ കൺവിക്റ്റ് ചെയ്യാൻ 149 ഹെൽപ്പ് പ്രകാരം കൺവിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ കേസിൽ പറയുന്നത്. ഭാർഗവൻ ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ കേസിൽ പറയുന്നത്. കോമൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു അൺലോഫുൾ അസംബ്ലിയുടെ കോമൺ ഒബ്ജക്റ്റ് നമ്മൾ ഗാദർ ചെയ്യുന്നത് അതിൻ്റെ അസംബ്ലിയുടെ നേച്ചർ അനുസരിച്ചും ആംസ് അതിലുപയോഗിച്ചിരുന്ന ആംസ് ഉപയോഗിച്ച ആംസിനെ ബേസ് ചെയ്തും ബിഹേവിയർ ഓഫ് ദി അസംബ്ലി അറ്റ് ഓർ ബിഫോർ ദ സീൻ ഓഫ് ഒക്കറൻസ്, അതിന് സീൻ ഓഫ് ഒക്കറൻസിന് മുന്നേ, സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ആ അസംബ്ലിയുടെ ബിഹേവിയർ, ആ അസംബ്ലിയുടെ നേച്ചർ എന്താണ്, ഇതെല്ലാം വിലയിരുത്തണം എന്നുള്ളതാണ് ഈ ജഡ്ജ്മെൻറ്റിനകത്തും പറയുന്നത്. ഇത് കോമൺ ഇൻറ്റൻഷനെയും കോമൺ ഒബ്ജക്റ്റിനെയും സംബന്ധിച്ചുള്ള ലെക്ചർ സീരീസ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ലോ കോസ്റ്റ്.